ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നില്ല എന്ന് പരാതി പറയരുത്. കഴിഞ്ഞ ദിവസം ഞാൻ തരാതെ കഴിച്ചു, എല്ലാവരെയും കൊതിപ്പിച്ചു ഉണ്ടാക്കി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പിയുടെ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പപ്പടം ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു റെസിപ്പി ചെയ്യോ എന്ന് ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കഴിച്ചു കാണിച്ചു കൊതിപ്പിച്ചു, ഞാൻ ഈ ഒരു റെസിപ്പിയുടെ കാര്യം പറയുമ്പോൾ വായില് കപ്പലോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ തന്നെയായിട്ട് നമ്മുടെ കരിക്കും ചെമ്മീനും റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്ക്, ചെമ്മീൻ, മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ ചക്കക്കുരു, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ വെജിറ്റബിൾസ് ഇങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഒരു കമന്റ് വന്നിരുന്നു കേട്ടോ. ഞാൻ ഒരു ബീൻസ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മെഴുക്കുവരട്ടി ചെയ്യുമ്പോൾ മെഴുക്കുവരട്ടി എന്ന് തന്നെയാണ് പറയാ. അപ്പൊ എനിക്ക് ഏത് സ്ഥലത്തുള്ള ആളാണ് ആ ഒരു കമന്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ഇത് ഉലർത്തിയതല്ലേ മെഴുക്കുവരട്ടി എന്ന് പറയില്ലല്ലോ എന്ന്. അപ്പൊ സാധാരണ ഞങ്ങൾ ഇവിടെ ഉലർത്തിയത് എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല, നമ്മൾ മെഴുക്കുവരട്ടി എന്നാണ് പറയാ. അപ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് ഉലർത്തിയതും വെള്ളം ഒഴിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്നതും മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കമന്റ് വന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് മെഴുക്കുവരട്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഉലർത്തിയതായിട്ടും എടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അതുപോലെ പറയുക. അപ്പോൾ ഇതൊരു കൂട്ട് മെഴുക്കുവരട്ടിയാണ്. എന്ന് വെച്ചാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർക്കാതെ ഓരോന്നായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ കരിക്കും ചെമ്മീനും എന്നുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് കരിക്കും, മുരിങ്ങയ്ക്കും, ചക്കക്കുരും, അല്ലെങ്കിൽ കരിക്കും ചക്കക്കുരും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വെജിറ്റേറിയൻ വേഷൻ, ഇത് നോൺ വെജിറ്റേറിയൻ വേഷൻ. അങ്ങനെ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും എല്ലാ മെഴുക്കുവരട്ടി റെസിപ്പീസും ചെയ്യുമ്പോൾ ഉള്ളി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ടായാലും നമ്മുടെ മെഴുക്കുവരട്ടി പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ എല്ലാ മെഴുക്കുവരട്ടിയും ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സവാള ചേർത്ത മെഴുക്കുവരട്ടിക്ക് അത്ര ടേസ്റ്റ് അല്ല. അത് അറിയാത്ത ആളുകളാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെമ്മീനും കരിക്കും എല്ലാം ചേർന്നിട്ടുള്ള കൂട്ടു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഉലർത്തിയത്, അത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെമ്മീനേ ഉള്ളൂ, എല്ലാം കുറച്ച് ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കരിക്ക് എടുത്തിട്ടുണ്ട്. കരിക്ക് 3 കരിക്കാണിത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കരിക്ക്. പിന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു, വലിയ ചക്കക്കുരു 3ആയിട്ടും ചെറിയ ചക്കക്കുരു 2ആയിട്ടും ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ആ പുറമേ ഉള്ള തൊലി മാത്രമേ നമ്മൾ കളയുള്ളൂ, ഈ ബ്രൗൺ കളറിലുള്ളത് കളയില്ല. പിന്നെ എടുത്തിരിക്കുന്നത് മുരിങ്ങയ്ക്ക 3 എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി നീളത്തിൽ മുറിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ വറ്റൽമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി വേണം, മഞ്ഞൾപ്പൊടി, കടുക്, ഇത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും വെള്ളവും വേണം. അപ്പോൾ ഞാൻ ചക്കക്കുരു കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കും. ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഒരു മെഴുക്കുവരട്ടിയിൽ ഉള്ളി തന്നെ ചേർക്കുക. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചധികം ഉള്ളി ചേർക്കുക. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചക്കക്കുരും ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കരിക്ക് ചട്ടിയിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മുരിങ്ങക്കോല് ചേർക്കുകയാണ്. ഇത് കുറച്ച് തിക്നെസ് ഉള്ള മുരിങ്ങയ്ക്ക 2ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കുക്കറിൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ വയ്ക്കുകയാണെങ്കിൽ മുരിങ്ങയ്ക്ക നന്നായിട്ട് ഉടഞ്ഞു പോവും, കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ വയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ വലിയ ചെമ്മീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ കുറച്ചുകൂടി ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ചക്കക്കുരുവിലും ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ കരിക്കിൻ്റെയും ചെമ്മീൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക.
ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കണം വെള്ളം. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ചെമ്മീനും മുരിങ്ങയ്ക്കയും എല്ലാം ഒരുമിച്ച് നന്നായി കുക്കായി വരുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഹാഫ് കുക്ക് ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കും. അതിനുശേഷം വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. ഈ സമയത്ത് തന്നെ ഞാൻ അടുത്ത ബർണറിൽ നമ്മുടെ ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഈ കരിക്കും ചെമ്മീനും എല്ലാം ചേർത്ത് അടച്ചു വെക്കണം. തിളച്ചു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചട്ടിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചക്കക്കുരും കൂടെ വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കരിക്കും ചെമ്മീനും മുരിങ്ങയ്ക്കയും എല്ലാം ചേർന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലിപ്പോൾ 2-3 ഓപ്ഷൻ ഉണ്ട് ഈ മെഴുക്കുരുട്ടികൾ ഉണ്ടാക്കാൻ. നമുക്ക് കരിക്കും ചെമ്മീനും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് കരിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും ചെമ്മീനും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. ചക്കക്കുരുവും ചെമ്മീനും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. പിന്നെ ഇതെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലും ഉണ്ടാക്കാം. പിന്നെ ഇതിൽ പുളി ചേർത്തില്ലേ, പുളി ചേർക്കുന്നില്ലേ എന്നൊന്നും ചോദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ചേർക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ചെമ്മീൻ ചേർത്തിട്ടുള്ള മെഴുക്കുരുട്ടികളിൽ പുളി ചേർത്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെമ്മീൻ്റെ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ പുളി ചേർക്കേണ്ട കറികളിൽ പുളി ചേർക്കുക, പുളി ചേർക്കാൻ പാടില്ലാത്തതിൽ പുളി ചേർക്കാതിരിക്കുക. ഇതിലൊന്നും പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികൾ, ചെമ്മീൻ ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടികൾ ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കാറില്ല. പിന്നെ നമ്മൾ പുളി ചേർക്കുന്ന ചെമ്മീൻ ചേർത്തിട്ടുള്ള കറികളുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ സമയത്ത് ഞാനിപ്പോൾ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ വറ്റൽമുളകാണ് എടുക്കുന്നതെങ്കിൽ വറ്റൽമുളകും ഉള്ളിയും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ ഉള്ളി മാത്രം ക്രഷ് ചെയ്തിട്ട് നമുക്കെല്ലാം കുക്ക് ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയും ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മുടെ ഈ ചെമ്മീനും മുരിങ്ങയ്ക്കയും എല്ലാം നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ മെഴുക്കുവരട്ടി ആക്കിയെടുക്കും. അത്രയേ ഉള്ളൂ ഇതിലെ പരിപാടി. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ചേരുമ്പോൾ വളരെ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ മിക്സ് ആയിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല. ചില മെഴുക്കുവരട്ടികളാണ് നമ്മൾ ഒരു 2-3 വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് മിക്സഡ് ആയിട്ടുള്ള മെഴുക്കുവരട്ടികളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുരിങ്ങയ്ക്കയും ചെമ്മീനും ഒക്കെ കുക്കാവട്ടെ. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും ചെമ്മീനും ഒക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചില്ലേ, ചക്കക്കുരും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതും കൂടി ചേർക്കാണ്. ഈ ചക്കക്കുരുവിലേക്ക് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് ഇതുപോലെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത്. കുറച്ച് വെള്ളം വേണം, വളരെ കുറച്ച്. എങ്കിലേ മെഴുക്കുവരട്ടിയിലേക്ക് നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഹാഫ് കുക്കായി കഴിയുമ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നതിന് മുന്നേ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് വെള്ളം വറ്റി തുടങ്ങട്ടെ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ചക്കക്കുരും മുരിങ്ങയ്ക്കയും കരിക്കും എല്ലാം നന്നായിട്ട് കുക്കാവുകയും ചെയ്തു. വെള്ളം വറ്റി തുടങ്ങി. ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ഇത് ചട്ടി ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ചുകൂടി ഒന്ന് വറ്റി വരും. അപ്പോൾ ഞാനിത് ഈ ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി വയ്ക്കാൻ പോവാണ്. ഇത് ഇത്രയും വെള്ളം ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. ഞാനിതിലേക്ക് കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ മിക്സിയിൽ ഇതുപോലെ കാശ്മീരി ചില്ലിയും ഉള്ളിയും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ച് ചെയ്യാൻ മിക്സിക്ക് കൊടുക്കാം. ഇനി ഈ ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ വീണ്ടും കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ മുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പക്ഷെ അത് ഉള്ളി കുക്കായി വരുമ്പോഴേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് ഇനി
കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. ഇനി മുളക് പൊടിയും ഒന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മുടെ കരിക്കിൻ്റെയും ചക്കക്കുരുവിൻ്റെയൊക്കെ ഉപ്പ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് അതിലേക്ക് പിടിക്കില്ല. ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ മെഴുക്കുരുട്ടി ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും ഉള്ളിയും എല്ലാം കുക്കായിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയ്ക്കും ചക്കക്കുരും എല്ലാം ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വന്നോളും. ഇതിങ്ങനെ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണം കേട്ടോ, നന്നായിട്ട് ഡ്രൈ ആകുന്ന രീതിയിലല്ല. ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൂടി ചേർത്തിട്ട് ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കരിക്കൻ ചെമ്മീനാണെങ്കിൽ ഇത്രയും കുഴഞ്ഞിരിക്കില്ല. എല്ലാം ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മെഴുക്കുവരട്ടി പരിപാടി. ഈ കരിക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക, ചെമ്മീൻ നന്നാക്കി എടുക്കുക, ഉള്ളി നന്നാക്കി എടുക്കുക, അതൊക്കെ ഇതിൽ സമയം പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാൻ പോവുകയാണ്. വീണ്ടും കൊതിപ്പിക്കല്ല, ഞാൻ ജസ്റ്റ് കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് കുറച്ച് കമൻസ് വന്നിരുന്നു, കൊതിപ്പിച്ചു കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ കറി ഇതേ ഉള്ളൂ. ഈ ഒറ്റ മെഴുക്കുവരട്ടി മാത്രം മതി, നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നില്ല എന്ന് പരാതി പറയരുത്. കഴിഞ്ഞ ദിവസം ഞാൻ തരാതെ കഴിച്ചു, എല്ലാവരെയും കൊതിപ്പിച്ചു ഉണ്ടാക്കി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾക്കാണ് തരുന്നത്, ഇനിയേ ഞാൻ കഴിക്കുന്നുള്ളൂ.